തിരുവനന്തപുരം പാലോട് ഭർതൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭർത്താവ് അഭിജിത്തിന് പുറമെ അഭിജിത്തിന്റെ സുഹൃത്ത് അജാസും ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു എന്നാണ് മൊഴി. പോലീസിന്റെ ചോദ്യം ചെയ്യൽ അഭിജിത്ത് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അഭിജിത്തും അജാസും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുമാണ്. വിവരങ്ങളുമായി എ വി ജയശങ്കർ തത്സമയം ചേരുന്നു. ജയ്, ഇപ്പോൾ ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവരുന്ന പുതിയ വിവരങ്ങളിൽ അടിമുടി ദുരൂഹതയാണ്. ഭർത്താവ് അഭിജിത്ത് മാത്രമല്ല, അഭിജിത്തിന്റെ സുഹൃത്തു കൂടി ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത്രമാത്രം മർദ്ദനത്തിന് ഇടയാക്കിയ സംഭവങ്ങൾ? ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? അത്തരം കാര്യങ്ങൾ എന്താണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വ്യക്തത? പ്രജിൻ, നമ്മൾ ഇന്ദുജയുടെ നാട്ടിലാണുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇന്ദുജ താമസിച്ചിരുന്ന ഇന്ദുജയുടെ വീട്ടിലേക്ക് ദൂരമുള്ളത്. ഇപ്പോൾ നിലവിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിജിത്ത്, അജാസ് എന്നിങ്ങനെ രണ്ടുപേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ അജാസിൻ്റെ കൂടി സുഹൃത്തായിരുന്നു ഇന്ദുജ. ഈ സുഹൃത്ത് ബന്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിലാണ് ഈ അഭിജിത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് അജാസ് മരണത്തിന് 3 ദിവസം മുമ്പ് ഇന്ദുജയെ മർദ്ദിച്ചത് എന്നാണ് നിലവിൽ അഭിജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ അജാസിനെതിരെയും അഭിജിത്തിനെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റവും ഒപ്പം തന്നെ മർദ്ദനത്തിനെതിരെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ നിലവിലെ ആലോചന. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അജാസിനെതിരെ SC/ST അട്രോസിറ്റി നിയമപ്രകാരവും പോലീസ് കേസെടുക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ആത്മഹത്യ ആണെന്നും കുടുംബം കൊലപാതകമാണെന്നുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഗാർഹിക പീഡനം നേരിട്ടെന്ന വലിയ ആരോപണം കുടുംബം ഉന്നയിക്കുന്ന ഘട്ടമുണ്ടായി. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണം പോലീസ് നടത്തുന്നു. ഇത് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ നിലവിൽ പോലീസ് പറയുന്നത് അത്തരത്തിൽ ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല, അതിനുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. വലിയ ദുരൂഹതകൾ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട പിന്നണിയിലുണ്ട്. അതിനെല്ലാം തന്നെ പോലീസിന് അന്വേഷണം പുരോഗമിക്കണം. കാരണം ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണ് മരണസമയത്ത് ഏറ്റവും ഒടുവിൽ ബന്ധപ്പെട്ട അജാസിനെയായിരുന്നു. ഈ ഫോൺ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അജാസിൻ്റെ മൊബൈൽ ഫോണും പോലീസ് പരിശോധിച്ചു. ഈ അജാസിൻ്റെ ഫോണിൽ നിന്ന് ഈ പെൺകുട്ടിയുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു, അടുത്ത ബന്ധമുണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫോണുകൾ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് അയക്കുന്നുണ്ട്. ഈ അജാസും ഈ ഇന്ദുജയും തമ്മിൽ എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും വ്യക്തത വരുത്തുന്നുണ്ട്. ഈ അടിക്കാൻ മാത്രമുള്ള തരത്തിൽ ബന്ധം വളർന്നോ, ഇല്ലെങ്കിൽ അത്തരം മാത്രം ഒരു സൗഹൃദമാണോ, ഇവർ തമ്മിലുള്ള സൗഹൃദം അഭിജിത്തിന് അറിയാമായിരുന്നോ, ഇനി ഈ സൗഹൃദത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണോ അഭിജിത്ത് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയതിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഗാർഹിക പീഡനം ഈ വിഷയത്തിൽ ഇല്ല എന്ന് പോലീസ് ഏറെക്കുറെ സമ്മതിക്കുന്നു. ഈ പെൺകുട്ടിയെ മർദ്ദിച്ചതിനും അതുപോലെ തന്നെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിന് ആത്മഹത്യാ പ്രേരണ കുറ്റവും ആയിരിക്കും ഭർത്താവ് അഭിജിത്തിനെതിരെ ചുമർത്തുക. ഒപ്പം തന്നെ ഈ അജാസിനെതിരെ ഈ സമാന വകുപ്പുകൾക്കൊപ്പം തന്നെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് എടുക്കും. എന്തായാലും ഈ കേസ് അന്വേഷണം പാലോട് SHOയിൽ നിന്ന് DYSPയിലേക്ക് കൈമാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ നിലവിൽ ആത്മഹത്യ എന്ന് തന്നെ ആ രീതിയിൽ തന്നെയാണോ പോലീസ് നീങ്ങുന്നത്? മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്നാണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒക്കെ കാര്യങ്ങൾ അതെങ്ങനെയാണ്? ഒപ്പം തന്നെ ഇവർ കസ്റ്റഡിയിലാണെന്ന് അറിയുന്നു, പക്ഷെ ഇവരുടെ അറസ്റ്റ് ഇത്രയുമായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? ജയ്, അതായത് നമ്മളോട് പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു 12 മണിയോടൊക്കെ തന്നെ DYSP എത്തിയ ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത്. പക്ഷേ പിന്നീട് പോലീസ് കാര്യങ്ങൾ മാറ്റി കുറച്ചുകൂടി ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. കാരണം SC/ST അട്രോസിറ്റി നിയമം ചേർക്കുന്നു. ഇതിലെ ഒരു പ്രതി SC വിഭാഗത്തിൽപ്പെട്ടതാണ്, മരണപ്പെട്ട പെൺകുട്ടി ST വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച് കൃത്യമായതിനു ശേഷം അറസ്റ്റിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തി. പക്ഷേ ഈ ദുരൂഹത ആരോപിച്ചില്ലെങ്കിൽ അൺനാച്ചുറൽ ഡെത്തിന് പോലീസ് എടുത്ത കേസിനൊപ്പം തന്നെ ഈ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച വകുപ്പുകളെല്ലാം തന്നെ ഇതിനോടകം ചേർത്തിട്ടുണ്ട്. ഇനി ഈ 2 പേരുടെ പേരുകൾ കൂടി എഴുതി ചേർത്ത ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. ഇന്ന് തന്നെ പോലീസ് പ്രതികളുടെ വൈദിക പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റ് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഒരു അവസാനഘട്ട തെളിവുകൾ ക്രമീകരിക്കൽ കാര്യങ്ങളാണ് പോലീസ് എന്തായാലും നടത്തുന്നത്. പിന്നെ ഈ കാര്യം ആത്മഹത്യ എന്ന് പോലീസ് രാവിലെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ ഈ പെൺകുട്ടി മരിച്ച അഭിജിത്തിൻ്റെ വീട്ടിലെ
സാഹചര്യവും തെളിവുകളെല്ലാം പരിശോധിച്ച് പോലീസിനെ പ്രഥമ ദൃഷ്ട്യാ ഇത് ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മറ്റു തരത്തിൽ കൊലപാതകമെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആരോപണം പോലീസ് നിഷേധിക്കുന്നുണ്ട്. അത് തക്ക തെളിവുകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച കുറ്റത്തിനാണ് ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ സുഹൃത്തും ഇല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൂടി സുഹൃത്തായ അജാസിനെതിരെ നിലവിൽ പോലീസ് കേസെടുക്കുന്നത്. ഒപ്പം തന്നെ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് അജാസിനെതിരെയും അഭിജിത്തിനെതിരെയും കേസുകളുണ്ടാകും. അജാസിനെതിരെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരവും കേസ് വരും. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു. വലിയ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു കേസാണ്. ആദ്യഘട്ടത്തിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് പെൺകുട്ടി മരിച്ചു എന്ന രീതിയിൽ വലിയ വാർത്തകൾ വന്നതാണ്. അത്തരത്തിലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് ഈ ഗാർഹിക പീഡനം ചുമത്താനുള്ള സാഹചര്യങ്ങളില്ല, അതിനുള്ള തെളിവുകളില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇനി കുറച്ചുകൂടി പോലീസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകാനുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരി, എന്തായാലും ആ കുട്ടിക്കെതിരെ, ഇന്ദുജ എന്ന് പറയുന്ന യുവതിക്കെതിരെ ഈ പറയുന്ന പോലെ ജാതി അധിക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കുടുംബം നേരത്തെ ഉയർത്തിയതാണ്. എന്തായാലും അജാസും ഒപ്പം തന്നെ ഭർത്താവ് അഭിജിത്ത്, ഇവർ രണ്ടുപേരിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്താൻ പോകുന്നതെന്ന് പ്രാഥമികമായി പോലീസ് പറയുന്നു. കൂടുതൽ ഗൗരവമായ അന്വേഷണം, കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം ആ കേസിൽ നടത്തേണ്ടതുണ്ട് എന്നുകൂടി പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.